ഇതുപോലെ. നമുക്ക് അതിനുശേഷം ഇതില് HLC ലെവൽസ് ബ്രേക്ക് ആയ ഒരു ടൈമും ആ ബ്രേക്ക് ആയ LTP വാല്യൂ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ലെവലാണോ ബ്രേക്ക് ആയത്, ഹൈ ആണോ അല്ലെങ്കിൽ ക്ലോസ് ആണോ, അതിനനുസരിച്ച് ആ ബ്രേക്ക് ആയ ടൈമും അതിന്റെ വാല്യൂ നമുക്കിവിടെ അറിയാവുന്നതാണ്. നമുക്ക് അതുകൂടാതെ 52 വീക്ക് റേഞ്ച് പ്രൈസ് ഇപ്പോൾ എവിടെയാണെന്നും അത് ലൈവ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഞ്ച് എവിടെയാണെന്നും നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നു. കൂടാതെ LTP വേഴ്സസ് ക്ലോസ്, അത് കറന്റ് LTP പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്നും എത്ര മൂവ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നു. ഈ LTP വേഴ്സസ് ക്ലോസിൽ നമുക്ക് പ്രീവിയസ് ക്ലോസിൽ നിന്നും പ്രൈസ് എത്ര മൂവ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എത്ര പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ടെന്നും ഇതിൽ കാണിച്ചു തരും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന ട്രേഡ് ക്യൂ എന്നൊരു സെക്ഷൻ നമുക്ക് ഇതിൽ നോക്കിയാൽ വളരെ ഈസി ആയി തന്നെ ഈ സ്റ്റോക്കിന്റെ കറന്റ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും ഈ സ്റ്റോക്ക് സ്ട്രോങ് ലോങ് ആണ്, അതായത് പ്രീവിയസ് ഹൈ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 0.62 പ്രൈസ് ബിലോ ആണ്. പ്രീവിയസ് ഹൈയും ക്ലോസും വാല്യൂ ഡിഫറൻസ് ഈ 2.5% ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഇതില് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ IMFA എന്ന് പറയുന്ന സ്റ്റോക്ക് ഓൾറെഡി മാർക്കറ്റ് മൂവറിൽ, നമ്മുടെ മാർക്കറ്റ് മൂവർ സ്കാനർ നമുക്കറിയാം, ഈ സ്കാനറിൽ ലോങ്ങിൽ നിൽക്കുന്ന 13 റാങ്കിലുള്ള സ്റ്റോക്കാണ് ഇതെന്നും. അപ്പൊ നമുക്ക് ഓൾറെഡി ടോപ്പ് 20 സ്റ്റോക്കിൽ ഓൾറെഡി ഈ IMF ഉണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം ഇത് ഓൾറെഡി ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണെന്ന്. നമ്മൾ HLC സ്കാനർ ഉപയോഗിക്കുന്നത് ഇൻട്രാഡേയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാഡേ ഇൻഡിക്കേറ്റർ ആയ VWAP ഉപയോഗിച്ച് നമുക്ക് എൻട്രി കിട്ടുമ്പോൾ തന്നെ പ്രൈസ് ആവറേജിന് മുകളിലാണെങ്കിൽ, അതുപോലെ തന്നെ EMA 20 ഉപയോഗിച്ച് സപ്പോർട്ടിന് മുകളിലാണെങ്കിലും നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ HLC സ്കാനർ ഒരു യൂണിവേഴ്സൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏതൊരു ഇൻട്രാഡേ സെറ്റപ്പ് ഉപയോഗിച്ച്, അതായത് CPR-ഓ മൂവിങ് ആവറേജോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ഇത്രയും അധികം സ്റ്റോക്കുകളുടെ ഇടയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്ത് അതിൽ ഒരു ഹൈ കൺവിക്ഷൻ സ്റ്റോക്കുകൾ മാത്രമാക്കി കുറച്ചുകൊണ്ട് നമ്മുടെ ജോലി എളുപ്പമാക്കാനാണ് നോക്കിയിട്ടുള്ളത്. നമ്മുടെ ബ്രേക്ക് പോയിന്റ് പ്ലാറ്റ്ഫോമിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സ്ക്രീൻ നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് മൊബൈൽ ഡിവൈസിൽ കൂടി ഉപയോഗിക്കാനായി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ഇത് നോക്കിയാൽ കാണാം നമുക്ക് ഈ സെയിം റിസൾട്ട് തന്നെ ഒരു ചെറിയ സ്ക്രീനിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ സ്കാനർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ ഡേറ്റ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രേഡ് ക്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാൽ തന്നെ നമുക്ക് ട്രേഡ് ക്യൂവിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി ഇവിടെ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇങ്ങനെയാണ് ബ്രേക്ക് പോയിന്റിൽ HLC സ്കാനർ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നതും വളരെ വേഗത്തിൽ ട്രേഡ്